ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു നൈറ്റി ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു അജ്രക് മെറ്റീരിയലിലെ നൈറ്റിയാണ്. അതിന് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ട് ഒരു അടിപൊളി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചും അതുപോലെ നെക്ക് എടുത്ത് ഒരു 3.25 ഇഞ്ചും ഞാൻ കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് വേണ്ട, അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം ഇതൊരു റൗണ്ട് നെക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴോട്ടേക്ക് വേറെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ 2-3 തവണ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം താഴേക്ക് ഒരു 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് വീഡിയോ വരച്ചപ്പോൾ വീഡിയോ ഓൺ ആയിരുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറയാം. ഇത് നമ്മൾ ഇവിടുന്ന് 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു 3 ഇഞ്ചിലേക്ക് ഇടുന്ന എത്ര അളവുണ്ടെന്ന് നോക്കുക. അതേ അളവ് തന്നെ താഴെയുള്ള സ്ഥലത്ത്, അതായത് 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തൊന്നും അങ്ങോട്ടേക്ക് വരച്ചിട്ട് ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ആ 2 വരകളും കൂടിയിട്ട് ഒരു വര ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്നും നേരെ മുകളിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലാസ്റ്റ് കിട്ടിയ ആ ഒരു കോർണറിൽ നിന്നും നേരെ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 4 ഇഞ്ചിൻ്റെ ഈ പോയിൻറ്റും ഈ 8 ഇഞ്ചിൻ്റെ ഈ പോയിൻറ്റും കൂടി ഒരു വര വരച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്കിങ് ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പുറത്തെ വശത്തും കൂടി പതിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ടിക്കൊന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് മടക്കി ഒന്ന് തട്ടിക്കൊടുത്താൽ ഈ ഒരു റൗണ്ട് നെക്ക് ഇതിലും കൂടി പതിഞ്ഞ് കിട്ടും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ ചെയ്തെടുക്കാം. ഇനി ഈ ക്യാൻവാസിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഓറഞ്ച് മെറ്റീരിയൽ അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ, എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. മുമ്പും പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പം ഈ ഒരു പീസിൽ നമ്മൾ അതിൻ്റെ എല്ലാം ചുറ്റും നമ്മൾ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുക. അതിപ്പം ഈ ഒരു നൈറ്റിൻ്റെ അതേ കളറിലൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് ഞാൻ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മുടെ ബോബിനിലൊന്ന് ചുറ്റി കൊടുക്കണം. മുഴുവനായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കേസിലേക്ക് ഇട്ട് കൊടുക്കുക. കേസ് ഇട്ട് കൊടുക്കുമ്പോൾ കേസിൻ്റെ ഈ ഒരു സ്ക്രൂ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു 6 സ്ട്രാൻഡ് വരുന്ന ത്രെഡാണ്. അപ്പോൾ ഇത് ലൂസാക്കി കൊടുത്താൽ മാത്രമേ ഈ നൂല് സുഖമായിട്ട് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മളിത് മെഷീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം മെഷീൻ്റെ മുകളിൽ സാധാരണ നൂലാണ് കൊടുക്കുന്നത്, ബോബിനിൽ ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സാധാരണ ഒരു സ്റ്റിച്ച് എടുത്ത് കൊടുക്കുക. ഈ നമ്മളെ ഈ ഡിസൈൻ ചെയ്യേണ്ട ഇതിൽ ഞാൻ ഇങ്ങനെ കുറേ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് ദൂരത്തിൽ കുറച്ച് വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4-5 വരകൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വരയിലൂടെ ഫുള്ളായിട്ട് ഇതിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം ആ നടുക്ക് വരുന്ന ഭാഗത്തൊരു 5 വരയും പിന്നെ ബാക്കിയുള്ള 4 വരകളായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇത് മൊത്തം നമ്മളിങ്ങനെ തയ്ച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിത് കുറച്ച് സീക്വൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുർത്തിക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നൈറ്റിക്ക് സീക്വൻസ് ആരും കൊടുക്കലൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വല്ല പേൾസോ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ കുർത്തിക്കും കൂടി വേണ്ടിയിട്ടുള്ള രീതിയിലൊരു നെക്ക് ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇത് കുർത്തിക്കൊക്കെയാണ് നല്ല പ്ലെയിൻ മെറ്റീരിയൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാവും. നൈറ്റിയും കുറച്ച് നല്ല ഭംഗിയായി കിട്ടാൻ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി നമുക്കിത് മെയിൻ മെറ്റീരിയലിലേക്ക് കൊടുക്കാം. ഇത് ഈ ഒരു ക്യാൻവാസ് നൈറ്റീൻ്റെ ചീത്ത വശത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ആ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗത്ത് എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്ത് കൊടുത്ത് ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം കഴുത്തിൻ്റെ അവിടെ അതിൻ്റെ താഴെയുള്ള ആ ഒരു കോർണർ വരുന്ന എല്ലാ ഭാഗത്തും നമ്മൾ പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്, ഈസിയാണ്. 2 രൂപേൻ്റെ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്